നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനം തടഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോയമ്പത്തൂരിലേക്ക് പോകും വഴിയാണ് വയനാട്ടിലെ 1000 ഏക്കറിന് സമീപത്ത് വച്ച് പോലീസ് ബോബിയുടെ വാഹനം തടയുന്നത്. അതൊക്കെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും വയനാട്ടിലെ എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ബോബിയെ പിടികൂടിയത്. പ്രതിയെ പൂത്തൂർ വയൽ പോലീസ് ക്യാമ്പിൽ എത്തിച്ച ശേഷം കൊച്ചിയിലേക്ക് പോലീസ് സംഘം യാത്ര തിരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഇന്നാണ് നടക്കേണ്ടിയിരുന്നത്. ബോബിയും നടി ഹൻസികയും ചേർന്നായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത്. ഇവിടേക്ക് പോകാനുള്ള യാത്രക്കിടെയാണ് ബോബി പിടിയിലായത്. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിൽ ഉദ്ഘാടനം നടന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മുതൽ വയനാട്ടിലുണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞാണ് കൊച്ചി പോലീസ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. അപ്രതീക്ഷിതമായൊരു അറസ്റ്റ് നടപടി അല്ലെങ്കിൽ ഒരു കസ്റ്റഡിയിലെടുക്കലാണ് ബോബി ചെമ്മണ്ണൂരിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതിന് ബോബി ചെമ്മണ്ണൂർ ആലോചിച്ചിരുന്നു. ഈ നീക്കം പൊളിച്ചാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഖേദം പ്രകടിപ്പിക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആദ്യം ആലോചിച്ചത്. ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് കടന്നത്. ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുമായും പോലീസ് മേധാവിയുമായും ഹണി റോസ് സംസാരിച്ചിരുന്നു. നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് ഹണി റോസ് പറയുന്നത്. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും വയനാട് എസ്പിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ബോബിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയില്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചാൽ അദ്ദേഹം ഇന്ന് രാത്രി ജയിലിൽ കഴിയേണ്ടി വരും. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ആശ്വാസമെന്നാണ് ഹണി റോസ് പ്രതികരിച്ചത്. നീതിക്കായാണ് തന്റെ പോരാട്ടം, അത് ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസം. കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും ഉറപ്പ് നൽകിയിരുന്നതായും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ